ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴത്തോരു മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ നെടുമ്പുരക്കൽ വീട് ഒരു യുദ്ധക്കളമായി മാറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മനുവിനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാമെന്ന് ബാലചന്ദ്രൻ തോന്നുകയാണ് കേട്ടോ. അങ്ങനെ ഒരു ദിവസം രാവിലെ ബാലചന്ദ്രൻ മനുവിനെ വിളിക്കാൻ തയ്യാറെടുക്കുകയാണ്. മുറിയിൽ നിന്നും പുറത്തിറങ്ങാത്ത ബാലചന്ദ്രൻ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി വന്ന് പുറത്തേക്കൊക്കെ വരാൻ നിൽക്കുമ്പോൾ താഴത്തെ സ്ഥിതിഗതികളൊക്കെ ഒന്ന് വിലയിരുത്തുന്നുണ്ട്. കാരണം താഴത്തെ എപ്പോഴും പ്രശ്നങ്ങളാണല്ലോ. ഇപ്പം രണ്ട് ഗ്രൂപ്പൊക്കെ ആയിട്ടാണല്ലോ നെടുമ്പുരക്കൽ വീട്ടിൽ ബാലചന്ദ്രനും അലീനയും കൃഷ്ണമോളും ഒരു ഗ്രൂപ്പ്, ബാക്കി 3 പേരും ഒരു ഗ്രൂപ്പ്, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ താഴത്തെ സ്ഥിതിഗതികളൊക്കെ കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കിയ ബാലചന്ദ്രൻ ഉമ്മറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഡൈനിങ് ടേബിളിൽ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ബാലചന്ദ്രൻ അതൊന്ന് നോക്കിയിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഇന്ന് പുറമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് മനുവിനെ വിളിക്കാൻ തയ്യാറെടുക്കാണ് കേട്ടോ. മനുവിനെ വിളിക്കുമ്പോൾ മനു ഡ്രൈവിങ്ങിലാണ്. അപ്പം മനു വണ്ടി ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഫോൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അങ്കിൾ വിശേഷങ്ങളൊക്കെ, സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, സുഖമായിട്ടിരിക്കുന്നു, നീ ഇപ്പോൾ എവിടെ, ഓഫീസിലാണോ എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, അല്ല ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്കിൾ പറഞ്ഞോ, എങ്ങനെയുണ്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ, തിരിച്ചെത്തിയിട്ട് എന്തൊക്കെയാണ് ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്കിൾ പറയുന്നുണ്ട്, അപ്പം നീ അതൊക്കെ അറിഞ്ഞോ, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നീ അറിയുന്നുണ്ടല്ലേ, പിന്നെ എന്ത് നീ ഒന്ന് വിളിക്കാഞ്ഞത് എന്നൊക്കെ കുശലം ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, ഞാനൊക്കെ അറിഞ്ഞു. ഒരു ദിവസം രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് പോയപ്പോൾ പെങ്ങളെല്ലാം, അല്ലാതെ അനിയത്തിയെല്ലാം പറഞ്ഞു തന്നു. അലീനയെ കൂട്ടി അങ്കിള് തിരിച്ചു പോയതും തിരിച്ചെത്തിയതും അലീനയ്ക്ക് പുതിയ സ്ഥാനങ്ങളൊക്കെ കൊടുത്തതും അതിനും അനുബന്ധിച്ച് അവിടെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എന്തായാലും അതൊക്കെ നന്നായി. അലീനയ്ക്ക് അങ്ങനെ ഒരു സ്ഥാനം കൊടുത്തതൊക്കെ എന്തായാലും കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആൻറ്റിയോടുള്ള വാശിക്ക് അലീനയെ അങ്ങനെയൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് പിന്നീട് അവൾ ദുഃഖിക്കേണ്ട അവസ്ഥ വരരുത്. എത്രയൊക്കെ പറഞ്ഞാലും അങ്കിളിൻ്റെ സ്വന്തം മകളാവില്ലല്ലോ അവള് എന്നുള്ളൊരു സംശയങ്ങളൊക്കെ മനു സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ എടുത്ത വഴിക്ക് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവളൊരു ഓർഫണല്ല മനു, ഇനി മുതൽ ഞാൻ എൻ്റെ പെൺമക്കളായിട്ടുള്ള ബബിത മോളേനെയും കൃഷ്ണമോളേനെയൊക്കെ കാണുന്ന അതേപോലെ തന്നെയാണ് അലീനയും എനിക്ക്. അവർക്ക് കൊടുക്കുന്ന അതേ സ്ഥാനവും അതേ അധികാരവും അവകാശങ്ങളും ഒക്കെ അലീനയ്ക്കും ഈ വീട്ടിലുണ്ടായിരിക്കും. എൻ്റെ സ്വത്തുക്കളിലും അവൾക്ക് തുല്യ അവകാശം ഉണ്ടായിരിക്കും. എൻ്റെ ബാക്കി 3 മക്കൾക്കുള്ള അതേ തുല്യ അവകാശം തന്നെ എൻ്റെ സ്വത്തുക്കളിലും അലീനയ്ക്ക് ഉണ്ടായിരിക്കും. അല്ലാതെ ഞാനൊരു വെറും വാക്ക് പറഞ്ഞതല്ല, ആരോടുള്ള വാശിക്കും പറഞ്ഞതല്ല. ഞാൻ എൻ്റെ മകളായിട്ട് തന്നെയാണ് അലീനയെ കാണുന്നത്. എൻ്റെ മകൾ തന്നെയാണ് അവള്. അല്ലാതെ ഞാൻ ആരെയും തോൽപ്പിക്കാനോ ആരോടുള്ള വാശിക്കോ ഒരു വെറും വാക്കും പറഞ്ഞതല്ല എന്ന് പറയുമ്പോൾ അത്രയും ഇഷ്ടത്തോടെ അത്രയും സ്നേഹത്തോടെയും എൻ്റെ മകളായിട്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാനത് പറഞ്ഞതെന്ന് ബാലചന്ദ്രൻ മനുവിനോട് ഉറപ്പിച്ച് പറയാണ്. അല്ലെങ്കിൽ ആ പറഞ്ഞ വാക്കിന് ഒരു ഉറപ്പ് നൽകുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ മനുവിന് നല്ല സന്തോഷമാവുന്നുണ്ട്. മനുവിന് ഒരു സന്തോഷം, കാരണം ഒന്നും അല്ലാതെ ഒരു ഓർഫനേജിൽ കഴിഞ്ഞിരുന്ന ഒരു പെൺകുട്ടിക്ക് ഇപ്പോൾ ഒരു കുടുംബം ഉണ്ടാവുകയാണ്. ബാക്കിയുള്ളവരൊന്നും അവളെ അംഗീകരിച്ചില്ലെങ്കിലും ബാലചന്ദ്രൻ അങ്കിള് അത്രയും നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം അവളെ മകളായിട്ട് അംഗീകരിച്ചു. അവൾക്ക് നല്ലൊരു അനിയത്തിയും കിട്ടി. അതായത് കൃഷ്ണമോളും അവളെ ചേച്ചിയായിട്ട് അംഗീകരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു അച്ഛനെയും ഒരു അനിയത്തിനെയും കിട്ടിയല്ലോ അവൾക്ക് എന്നുള്ള സന്തോഷമൊക്കെ മനു അങ്കിളിനോട് പങ്കുവെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ തമാശയ്ക്ക് തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ, അതെ, അവൾക്ക് നല്ലൊരു അച്ഛനും നല്ലൊരു അനിയത്തിയൊക്കെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിനക്ക് അവളെ കല്യാണമൊക്കെ കഴിക്കാം കേട്ടോ. ഇനി വേണമെങ്കിൽ നിനക്ക് അവളെ കല്യാണം കഴിക്കാം എന്ന് മനുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ മനു ഒന്ന് ചിരിച്ചിട്ട്, എന്താ അങ്കിൾ അങ്ങനെ പറയുന്നത് ചോദിച്ചപ്പോൾ, അല്ല, ഇപ്പോൾ അവളെ നിൻ്റെ മുറപ്പെണ്ണാണല്ലോ, അപ്പോൾ നിനക്ക് വേണമെങ്കിൽ അവളെ കല്യാണം കഴിക്കാം എന്ന് പറയുമ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടെ മനു പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഇല്ല അങ്കിളെ എന്ന് പറയുമ്പോൾ, നീ ഉരുണ്ട് കളിക്കൊന്നും വേണ്ടടാ, എനിക്കറിയാം നിനക്ക് അവളെ ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം. പല സമയത്ത് ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം മനു ഒരു ചെറിയ നാണത്തോടെ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഇല്ല അങ്കിളെ, വെറുതെ ഓരോന്നും പറയണ്ടെന്ന് പറയാൻ കേട്ടോ. ആയിക്കോട്ടെ, അങ്ങനെ ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ശരി അങ്കിളെ, ഞാൻ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് മനു ഫോൺ വയ്ക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ആടാ ശരി എന്നൊക്കെ പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടെ അകത്തേക്ക് കയറി വരുന്ന ബാലചന്ദ്രൻ കാണുന്നത് ഡൈനിങ് ടേബിളിൽ നിന്ന് ദേഷ്യ വന്നിട്ട് രോഹിത്ത് നമ്മുടെ കൃഷ്ണമോളുടെ പ്ലേറ്റ് തട്ടിമറിക്കുന്നതാണ് കേട്ടോ. നേരെ അത് വന്ന് വീഴുന്നത് ബാലചന്ദ്രൻ്റെ കാലിൻ ചോട്ടിലേക്കാണ് കേട്ടോ. അത് കണ്ടതും ബാലചന്ദ്രന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കൃഷ്ണമോളോട് രോഹിത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അലീന വയ്ക്കുന്ന ഒരു ഭക്ഷണവും കഴിക്കരുത്.
തൻ്റെ അമ്മ വെക്കുന്ന അല്ലെങ്കിൽ അവരുടെ അമ്മ വെച്ചുണ്ടാക്കുന്നത് മാത്രം കഴിച്ചാൽ മതി, ഞങ്ങളുടെ സൈഡിൽ നിൽക്കണം, അല്ലാതെ അച്ഛൻ്റെ കൂടെ നിൽക്കണ്ട എന്നൊക്കെ ഒരു വട്ടം വാണിംഗ് കൊടുത്തതാണ്. അപ്പോൾ വാണിംഗ് കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും അലീന ഉണ്ടാക്കിയ ഭക്ഷണം കൃഷ്ണമോള് കഴിക്കുന്നതിന് ചൊല്ലിയിട്ടുണ്ടാകുന്ന വാക്ക് തർക്കത്തിലാണ് ഡൈനിങ് ടേബിളിൽ നിന്ന് ഭക്ഷണം വിളമ്പി വെച്ചിട്ടുള്ള പ്ലേറ്റ് തട്ടി മറിക്കുക കേട്ടോ. അത് കാണുന്നതും ബാലചന്ദ്രന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എടുത്തടിക്ക് ബാലചന്ദ്രൻ പക്ഷേ ബാലചന്ദ്രനെ കണ്ടിട്ടും രോഹിത്തിനൊരു പേടിയൊന്നുമില്ല കേട്ടോ. ആരോ ബാക്കിലുണ്ട് എന്നുള്ളൊരു ധൈര്യത്തിൽ ബാലചന്ദ്രനെ കണ്ടതും എല്ലാവരും എണീച്ചിരിക്കുന്നുണ്ട്. ഭവിതയ്ക്കൊക്കെ നല്ല പേടിയാവുന്നുണ്ട്. ബാലചന്ദ്രൻ അടുത്ത് വന്നതും നീ എന്താണ് ഇപ്പോൾ കാണിച്ചതെന്ന് പറഞ്ഞിട്ട് രോഹിത്തിൻ്റെ കരണം നോക്കി നല്ലൊരു അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കിട്ടിയതും വൈജയന്തി കൂടി ഞെട്ടിപ്പോവാണ് കേട്ടോ. ആ അടിച്ചത് വൈജയന്തിൻ്റെ മുഖത്ത് കൂടിയാണ് എന്നുള്ള തോന്നൽ വൈജയന്തിക്ക് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അലീന വെച്ച ഭക്ഷണം കഴിക്കാൻ പറ്റുന്നവർ കഴിച്ചാൽ മതി, അല്ലെങ്കിൽ കഴിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വേണിച്ചാൽ നിങ്ങൾ വേറെ വെച്ച് കഴിച്ചു. പക്ഷെ അതും പറഞ്ഞ് എൻ്റെ മക്കളുടെ ദേഹത്ത് തൊടാനോ എൻ്റെ മക്കളെ ഉപദ്രവിക്കാനോ നിനക്ക് ആരും അധികാരം തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞും രോഹിത്തിനെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ട് രോഹിത് അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരോടും നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടിട്ടാണ് ബാലചന്ദ്രൻ്റെ മുകളിലോട്ട് കയറി പോവാട്ടോ. ഇതൊക്കെ വൈജയന്തിക്ക് അലീനയോടുള്ള ദേഷ്യം ഇരട്ടിയാക്കുകയാണ് ചെയ്തത് കേട്ടോ. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, നിനക്ക് സമാധാനമായില്ലേ, നിനക്ക് സന്തോഷമായില്ലേ, സ്വർഗം പോലെ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തെ നീ വന്നിട്ടാണ് ഇങ്ങനെ നരകം പോലെ ആക്കിയത്. ഇവിടെ ഉണ്ടാവുന്നതൊക്കെ കണ്ട് നീ അർമാദിക്കുക എന്ന് പറഞ്ഞിട്ട് അലീനയോട് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കൂടുതൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അവൾ കാരണം, അല്ലെങ്കിൽ അവൾ ഇപ്പോൾ ബാലചന്ദ്രൻ്റെ മകൾ കൂടിയായിട്ടുള്ള സ്ഥാനം കിട്ടിയതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വഷളാവുന്നത്. അപ്പോൾ അലീനയ്ക്ക് നല്ല വിഷമാവുന്നുണ്ട്. കാരണം വൈജയന്തി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ താൻ കാരണമാണ് ഈ കുടുംബം നരക തുല്യമായത്, തൻ്റെ വരവിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ തുടങ്ങിയതെന്നൊക്കെ ആലോചിക്കുമ്പോൾ അലീനയ്ക്ക് നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന അലീനയെ കാണിക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിലൊക്കെ ബാലചന്ദ്രൻ്റെ ദേഷ്യം ഇരട്ടിയാവുകയാണ് ചെയ്യുക കേട്ടോ. കാരണം വൈജയന്തി ഈ പ്രശ്നം കൂടി ആകുമ്പോൾ വൈജയന്തി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. എന്നിട്ട് തൻ്റെ 2 ആങ്ങളമാരെയും തൻ്റെ കുടുംബക്കാരെയും ഒക്കെ കൂട്ടിയിട്ടാണ് പിന്നെ ബാലചന്ദ്രനെ കാണാൻ വരുന്നതും ബാലചന്ദ്രനെ ചോദ്യം ചെയ്യുന്നതും. ആ ചോദ്യം ചെയ്യുന്നതിൽ ബാലചന്ദ്രൻ അലീനയെ ഒരിക്കലും ഇവിടുന്ന് ഇറക്കി വിടില്ലാന്നും എൻ്റെ മകളുടെ സ്ഥാനം കൊടുത്ത് തന്നെയാണ് അലീനയെ ഇവിടെ നിർത്താൻ പോകുന്നതെന്നൊക്കെ അവരോട് ഒരു മടിയും കൂടാതെ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ വൈജയന്തിക്ക് ഭയങ്കര ഇൻസൾട്ട് ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവരെയൊക്കെ അവിടെ നാട്ടി ഇറക്കി വിടുന്നുണ്ട്. അതും ഭയങ്കര ഇൻസൾട്ട് ആവുന്നുണ്ട്. അതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവാണ് വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഹൈപ്പും സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്